പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങളിൽ വിവരിക്കുന്ന ജന്മനാ അന്ധനായ ഒരു മനുഷ്യനെ ഈശോ സുഖപ്പെടുത്തുന്നതാണ് ഇന്നത്തെ പരിശുദ്ധ കുർബാനയിലെ നമ്മുടെ ധ്യാന വിഷയം. ശിഷ്യന്മാരോട് ഈശോ പറയുന്നു, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് ഇവൻ ഇങ്ങനെ ആയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാകുന്നതും മനസ്സിലാകാത്തതുമായ എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ ദൈവത്തിന്റെ ഒരു പദ്ധതിയും ഇടപെടലും ഉണ്ടെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. തിരുവചനം പറയുന്നല്ലോ, ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ നാശത്തിനല്ല, മറിച്ച് നമ്മുടെ ക്ഷേമത്തിനാണ്. ഈശോയ്ക്ക് ആ മനുഷ്യനിൽ ഇടപെടാനും അതുവഴി മറ്റുള്ളവർക്ക് ഈശോയിൽ വിശ്വസിക്കുവാനുമുള്ള ഒരു അവസരം ഒരുക്കുന്നതിനും വേണ്ടി അവന്റെ ജന്മം തന്നെ ദൈവം മാറ്റിവെക്കുകയായിരുന്നു. അതിനുള്ള അവസരമായിരുന്നു അവന്റെ അന്ധത എന്ന ആ ദൗർബല്യം. ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്ന ഈ നിമിഷം ഉണ്ടാകുവാൻ വേണ്ടി ദൈവത്തിന്റെ അനന്ത പദ്ധതിയിൽ ജന്മനാ മുതൽ അവൻ അന്ധനായി ജനിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു. നമ്മുടെ ജീവിതത്തിലും വ്യക്തിപരമായ കുറവുകളോ ബലഹീനതകളോ ഒക്കെ ഉള്ളപ്പോൾ ആ ബലഹീനതകളിലും കുറവുകളിലും ദൈവം വന്ന് നിറയുന്നതാണ് ആളുകൾ ദൈവാനുഗ്രഹവുമായും ദൈവാനുഭവമായും ദൈവത്തിന്റെ ഇടപെടലായും ഒക്കെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെയും ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളാണെന്ന് വിശ്വസിക്കാനും മനസ്സിലാക്കാനുമുള്ള അനുഗ്രഹത്തിന് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഏറെ ആകുലപ്പെടുന്നു. കർത്താവ്, ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവിചാരിതമായോ ആകസ്മികമായോ ഒന്നും സംഭവിക്കുന്നില്ല, മറിച്ച് എല്ലാം ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായാണ്. ചിലത് നല്ല കാര്യങ്ങൾ, ചിലത് ഒരുപക്ഷെ ഞങ്ങളുടെ ദൃഷ്ടിയിൽ മോശമായ കാര്യങ്ങൾ. ഞങ്ങൾക്കത് മോശമാണെങ്കിലും കുറവാണെങ്കിലും അങ്ങേക്ക് അത് പൂർണ്ണതയാക്കി മാറ്റാനും നിറവാക്കി മാറ്റാനും സാധിക്കും. അത് അങ്ങേക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള ഒരു അവസരം അങ്ങ് കരുതി വച്ചിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.